നമുക്കിന്ന് ഏറ്റുമാനൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള റോഡിലൂടെ ഒന്ന് പോയാലോ? എറണാകുളത്തേക്ക് പോകുന്ന ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരം കയറി നല്ല പോകുന്ന വഴിയെല്ലാം നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. നല്ല നല്ല വീടുകളാണ് മൊത്തം ചുറ്റുവട്ടം ഇരിക്കുന്നത്. അങ്ങനെയുള്ള വീടുകളുടെ ഇടയിലൂടെ തന്നെ വീതിയുള്ള റോഡ് തന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു വീട് കാണാം. ആ വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്നും, അതായത് കോട്ടയം എറണാകുളം റോഡ് എം സി റോഡിൽ നിന്നും ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരം അകത്തേക്ക് കയറിയിരിക്കുന്ന ഈ സുന്ദര ഭവനം ചോദിക്കുന്ന വില 86 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളുമാണ്. 4 ബെഡ്റൂം ഉണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്. 2200 സ്ക്വയർ ഫീറ്റ് ആണ്. 8 സെന്റ് സ്ഥലമുണ്ട്. കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല, അത് ഗ്യാരണ്ടിയാണ്. അത്രയും വെള്ളം ജലലഭ്യതയുള്ള മേഖലയാണ്. അതുപോലെ തന്നെ കൂടുതൽ സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് വേറെ സ്ഥലം കിടപ്പുണ്ട് കൊടുക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. 100% വിശ്വസിച്ച് മേടിക്കാൻ കേട്ടോ, കാരണം പക്ക പണികളാണ്, എല്ലാ വർക്കും പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇതാ നിങ്ങളെയുമായി മീനച്ചിൽ ഹോംസ് കടന്നു പോവുകയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയിൽ 8 സെന്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഓമനത്തം നിറഞ്ഞു തുളുമ്പുന്ന നല്ലൊരു വീടിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക. ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് മുറ്റമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല CNC കട്ടിംഗ് ഒക്കെ ഉള്ള രീതിയിലുള്ള ഗേറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഒരു അപാര ലുക്കാണ്. നല്ല വ്യൂ ആണ് ഇതിന്. നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ, നല്ലൊരു മുറ്റം, നല്ല സൗകര്യങ്ങൾ, നല്ല കിണർ വെള്ളം, നല്ല കൺസ്ട്രക്ഷൻ, അതൊക്കെയാണ് ഈ വീടിൻ്റെ ഓരോ പ്രത്യേകതകളായിട്ട് നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ളത്. നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വീടിന് മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ മുറ്റം വാഹനം കയറേണ്ട ഫ്രണ്ട് ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ട് ബൈക്കിലേക്ക് കരിങ്കല്ലിൻ്റെ ചിപ്സ് ഇട്ടിരിക്കുകയാണ്. ഈ സൈഡിലാണ് കിണർ വരിക. കിണർ നല്ല ജലലഭ്യതയുള്ള നല്ലൊരു കിണർ. അത് അവിടെ നല്ല കിണർ തേകി അത് നെറ്റടിച്ച് മൂടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ ബാക്ക് സൈഡൊക്കെയാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു വർക്ക് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങൾ കണ്ടിറങ്ങുമ്പോൾ അതുകൂടി നമുക്ക് കാണാം. കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ്. വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള കാർ പോർച്ചാണ്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട്, എൽ ഷേപ്പിലുള്ള നല്ലൊരു സിറ്റ് ഔട്ടാണ്. നല്ലൊരു ഫ്രണ്ട് ഡോറ്, ജനൽപ്പാളികൾ എല്ലാം തേക്കാണ്. തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്, നല്ലൊരു ഡിസൈന്, വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഡോറിന് കൊടുത്തിരിക്കുക. അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് കയറി ഡോറ് തുറന്ന് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ കൊണ്ടും മനോഹരമാണ്. നമ്മുടെ രൂപക്കോടിൻ്റെ പോയിൻ്റാണ് ഇവിടെ വന്നിരിക്കുക. രൂപക്കോടിൻ്റെ പോയിൻ്റ്. അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് വരികയാണ്. ഡൈനിങ് ഹാളിൽ കയറി ഡൈനിങ് ഹാളിൽ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റെയർ കേസ്, മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുക. ഡൈനിങ് ഹാളിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് വീണ്ടും ഈ വീടിനെ ഒന്നുകൂടി സുന്ദരിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും നല്ല ഇൻറ്റീരിയർ വർക്കുകളുമാണ് ഈ വീട്. ഇതാണ് TV യൂണിറ്റിൻ്റെ പോയിൻ്റ് വന്നിരിക്കുക. നല്ലൊരു TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഡൈനിങ് ഹാളിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഓരോ ബെഡ്റൂമുകളുടെയും കിച്ചൻ്റെയൊക്കെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം കടന്നു ചെല്ലാം. ഈ ഡൈനിങ് ഹാളിൻ്റെ സ്റ്റെയർ കേസിനോട് സമീപത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമുകളിലും ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചെറിയ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക.
ബെഡ്റൂമുകളിൽ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻറ്റീരിയർ പൊതുവെ ആരും ചെയ്യാറില്ല, എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കാണുവാനായിട്ട് കയറുകയാണ്. എല്ലാം നല്ല മെറ്റീരിയലുകളാണ്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുക. ക്ലോസറ്റ് ആവട്ടെ, വാഷ് ബേസിൻ ആവട്ടെ, അല്ലെങ്കിൽ ഷവറാവട്ടെ, പൈപ്പുകളാവട്ടെ, ഇതെല്ലാം കമ്പനി സാധനങ്ങൾ. ഇതുണ്ട് സെറായുടെ 10 വർഷ ഗ്യാരണ്ടിയുള്ളതാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെയുള്ള എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുക. ഇവിടെ നമ്മൾ വീണ്ടും ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മൊത്തം കട്ടള മുഴുവൻ ആഞ്ഞിലിയാണ്. അതുപോലെ തന്നെ കട്ടള മുഴുവൻ ആഞ്ഞിലിയാണ്. പാളികൾ എല്ലാം തടികളാണ്. എല്ലാം തടി കൊണ്ടുള്ള കട്ടളയും ആഞ്ഞിലിയും ജനൽപ്പാളികളെല്ലാം തടി കൊണ്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുക. ഇവിടുന്ന് നമ്മൾ നേരെ ഇതാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. അവിടെയും ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കബോർഡുകളൊക്കെ ചെയ്ത് നല്ല ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ, അതായത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഒരു ബെഡ്റൂമിൽ ഒരാൾ അല്ലെ 2 പേരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെക്കാവുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളുണ്ട്. ഇതിൻ്റെ ടോയ്ലറ്റ് നല്ല മനോഹരമാണ്. ഇതിൻ്റെ ടൈല് വർക്കുകളൊക്കെ കാണാൻ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നേരിട്ട് കാണുവാനായിട്ട്. നല്ല ടൈല് വർക്കുകൾ, അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് നമ്മുടെ ടോയ്ലറ്റുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല എല്ലാം ബ്രാൻഡഡാണ്. ഇലക്ട്രിക് ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡാണ്. നമ്മളങ്ങനെ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാണ്. വീണ്ടും നമ്മളിനി കയറാനായിട്ടുള്ളത് മുകളിലത്തെ നിലയിലേക്ക് പോകണം. നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ കിച്ചൺ. ആ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുക. നല്ല ഗംഭീരമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു മോഡുലാർ കിച്ചൻ്റെ സ്റ്റൈലിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു കിച്ചനാണ്. നല്ല കാഴ്ചയ്ക്ക് തന്നെ ഭയങ്കര കൗതുകം തോന്നിക്കുന്ന രീതിയിൽ, നല്ല ഓമനത്വം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു അടിപൊളി കിച്ചനാണ്. കിച്ചനുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. എല്ലാം നല്ല ഒരു മോഡുലാർ കിച്ചൻ്റെ സെറ്റപ്പിലാണ് മൊത്തം ചെയ്തിരിക്കുക. അവിടെ കൊടുത്തിരിക്കുന്ന സിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ കബോർഡ് വർക്കുകളാവട്ടെ, എല്ലാം ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരത്തിൽ തന്നെയാണ്. നാനോ വൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റുമാനൂർ, അതായത് ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ഹൈവേ ആണ്, MC റോഡ്. MC റോഡിൽ നിന്ന് ഒരു 500 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, വീടിൻ്റെ പോരുന്ന വഴികളിലുള്ളതെല്ലാം നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. എല്ലാം നല്ല ഹൈഫൈ വീടുകൾ തന്നെയാണ് വീടിൻ്റെ ഇങ്ങോട്ട് പോരുന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഈ വീടും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പള്ളിയിലൊക്കെ പോകാൻ നല്ല സൗകര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ പോകണം എന്നുള്ളവർക്ക് അമ്പലത്തിൽ പോകാനും സൗകര്യമാണ്. അങ്ങനെ എല്ലാം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് അമ്പലം, പള്ളി, അതുപോലെ തന്നെ കടകൾ, വലിയൊരു ജംഗ്ഷനിലേക്ക് ഇറങ്ങുവാനായിട്ട് ഒരു 500 മീറ്റർ ദൂരം മാത്രമാണ്. അവിടെ കോൾഡ് സ്റ്റോറേജ്, ബേക്കറി, കൂൾ ബാർ എന്ന് വേണ്ടുന്ന സൂപ്പർ മാർക്കറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടുന്ന വലിയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുവാനായിട്ട്, വലിയൊരു ജംഗ്ഷനിലേക്ക് ഇറങ്ങുവാനായിട്ട് 500 മീറ്റർ ദൂരമാണ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തൊരു മേഖലയാണ് ഇവിടം.
വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലഡിൻ്റെ എഫക്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ലെവലിൽ തന്നെ ജീവിക്കാനായിട്ട്, ശാന്തമായിട്ട് ജീവിക്കുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ട് പ്രോപ്പർട്ടി തന്നെയാണ്. നമുക്കറിയാം, ഏറ്റുമാനൂർ ഭാഗത്ത്, കോട്ടയം ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞ സ്ഥലം കുറവായിരിക്കും. 5 സെൻറ്റ് 4 സെൻറ്റ് 3 സെൻറ്റിൽ പണിതിരിക്കുന്ന വീടുകൾ വരെയും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വഴി കച്ചവടങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ 8 സെൻറ്റ് സ്ഥലം 2 നില വീട് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ 8 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. 2 നില വീടായതുകൊണ്ട് നമുക്ക് നല്ല മുറ്റം, അതായത് നമ്മൾ ഈ 12 സെൻറ്റിൽ വീട് പണിയുന്നതിൻ്റെ അത്രയും മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വീണ്ടും മുകളിലത്തെ നിലയിലേക്കാണ് കയറിയത്. മുകളിലത്തെ നിലയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയയാണ് നമ്മളിവിടെ കാണുന്നത്. ഫാമിലി ലിവിങ് ഏരിയയിൽ ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അവിടുന്ന് നമ്മൾ ഇനി ഇവിടെ 2 ബെഡ്റൂമും കൂടെയാണ് കാണാനുള്ള. 2 ബെഡ്റൂം, ഒരു ബാൽക്കണി, ഒരു ഓപ്പൺ ടെറസ് ഏരിയ. അതാണ് മുകളിലത്തെ നിലയുടെ ഒരു ഇത് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡോറിന്ന് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. നല്ല സ്റ്റെയർ കേസാണ്. നല്ല എന്താ പറയുന്നത്, ചില സ്റ്റെയർ കേസൊക്കെ ഒത്തിരി കുത്തിച്ചാരി ഭയങ്കരമായിട്ട് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, കടന്ന് കയറാൻ ബുദ്ധിമുട്ട് വരുന്ന രീതിയിലൊക്കെ നിർമ്മിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല സ്ലോപ്പുണ്ട്. നമുക്ക് നടന്ന് കയറാനായിട്ട് ഏറ്റവും എളുപ്പം, മുട്ടിന് വേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിലും നടന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുക. ഇവിടെ നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയ, അവിടെയെല്ലാം ടൈലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ടെറസ് ഏരിയ കൂട്ടി പറയുവാണെങ്കിൽ ഏകദേശം 2400-2500 സ്ക്വയർ ഫീറ്റോളം വരും. ഇതാണ് മൊത്തം ടൈലൊക്കെ ഇട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ വെക്കാം. അതുപോലെ തുണി വാഷ് ചെയ്തിട്ട് ഇവിടെ തന്നെ വിരിച്ചിടാം. നമുക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ടാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യം വരാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാം. ഇത് മുകളിലേക്ക് നമ്മുടെ വാട്ടർ ടാങ്ക് കഴുകുവാനായിട്ട്, അത് 6 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ആവശ്യം വരിക. വാട്ടർ ടാങ്ക് കഴുകുവാനായിട്ട് മുകളിലേക്ക് കയറാനായിട്ടുള്ളൊരു ഗോവണിയാണ് കൊടുത്തിരിക്കുക. സ്റ്റെയർ കേസാണ്. ഇനി നമ്മൾ വീണ്ടും അകത്തേക്ക് കയറിയിട്ട് നമ്മൾ ഈ 2 ബെഡ്റൂമിൻ്റെ അങ്ങോട്ട് ദൃശ്യങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ മുകളിലത്തെ നിലയിൽ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ പക്കയായിട്ടുള്ള മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നും ഒരു മോശമായിട്ടുള്ള മെറ്റീരിയലുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് നേരിട്ട് കാണുമ്പോൾ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് പ്രോപ്പർട്ടി കാണാനായിട്ട് വരുമ്പോൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കും. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുക. ഇത് നമ്മൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം കണ്ടതിന് ശേഷം മുകളിലത്തെ നിലയിൽ കയറി ആദ്യത്തെ ബെഡ്റൂം, അതായത് നമ്മൾ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. എറണാകുളം ഭാഗത്തേക്ക് ജോലിക്ക് പോകേണ്ടവർക്ക് അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തേക്ക് ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ഈ വീട്, ഈ ലൊക്കേഷൻ കറക്റ്റായിരിക്കും. കാരണം നമുക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും വാഹന സൗകര്യമുള്ള MC റോഡ്, ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഓർഡിനറി ഒക്കെ ആയിട്ടുള്ള ബസ്സുകൾ കടന്നു പോകുന്ന MC റോഡിൽ നിന്ന് ഇത്രയും അടുത്ത് തന്നെ നല്ലൊരു വീട് സ്വന്തമാക്കാൻ സാധിച്ചാൽ, ഇപ്പോൾ 2 ഭാര്യയ്ക്കും ഭർത്താവിനും, ഒരാൾക്ക് കോട്ടയത്തായിരിക്കും ജോലി, ഒരാൾക്ക് ആലുവയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ ആയിരിക്കും ജോലി. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് 2ഇടത്തേക്കും പോകുവാനായിട്ടുള്ള ആക്സസ് കിട്ടുന്ന നല്ലൊരു വീടാണിത്. ഇവിടുന്ന് നമ്മൾ ലാസ്റ്റത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ടൈല് വർക്കുകളൊക്കെ നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ട്. ഓരോ ഐഡിയ വേണം, പണി ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ഐഡിയ വേണമെന്ന്. അതുപോലെയാണ് ഈ വീടിൻ്റെ ടൈല് വർക്കുകളൊക്കെ, ബാത്റൂം ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നതൊക്കെ നല്ല ഡിസൈനോടുകൂടി കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഒരു വർക്കുകളാണ്. നമുക്കിവിടെ ഒരു ഡോറ് കാണാം. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു സൗകര്യമാണ്. ഈ ബെഡ്റൂമിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ വീടിൻ്റെ പരിസരം കൃത്യമായിട്ടൊന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ്. അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.